ഇത് നമ്മുടെ ഫോക്സ് വാഗൺ ബീറ്റിൽ ഹെർബി കൺവേർഷൻ വീഡിയോ പാർട്ട് 1 ആണ്. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ എല്ലാം ഒരു ടോർഷൻ ബാർ സെറ്റപ്പിലായിരുന്നു സസ്പെൻഷൻ. ഇതിൽ കുറേ സാധനങ്ങൾ നമ്മൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്താണ് കേട്ടോ. ഇത് നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ ഹെർബി സിനിമയിലെ പോലെ നമ്മൾ മൊത്തം മാറ്റുന്നത്. അതായത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് ഹൈഡ്രോളിക് ഡ്രിഫ്റ്റ് ബ്രേക്ക്, അതായത് ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക് നമ്മളിതിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നിലവിൽ സ്റ്റോക്ക് സീറ്റ് ഊരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് രണ്ടും ബോൾട്ടും കാര്യങ്ങളൊന്നുമില്ല. ഇത് നല്ല രസമുള്ളൊരു ഗിയർ നോബും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏസിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇതിനാകെ കോമ്പിനേഷൻ സ്വിച്ച് വരുന്നത് ഇൻഡിക്കേറ്റർ മാത്രം. ഈ ഒരു സാധനം നമ്മൾ ഒരിക്കലും കളയുന്നില്ല. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് സസ്പെൻഷൻ്റെ വർക്കായിരിക്കും കേട്ടോ. അതായത് ഇതിൻ്റെ സസ്പെൻഷൻ എല്ലാം ഒരു ടോർഷൻ ബാർ സെറ്റപ്പിലായിരുന്നു സസ്പെൻഷൻ. അത് നമ്മൾ മാറ്റിയിട്ട് ഒരു ലോവറിങ് കോയിൽ സ്പ്രിങ് സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ബ്രേക്ക് ബൂസ്റ്റർ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇത് നമ്മളിൽ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതിന് കുറേ സാധനങ്ങൾ നമ്മൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ബോൾ ജോയിൻറ്റും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് തന്നത് നമ്മുടെ DD മച്ചാണ് കേട്ടോ, ഡിച്ചു ആണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടാണ്, ആളുടെ വണ്ടിയാണ് കേട്ടോ. അത് ഇവിടെ ഈ കിടക്കുന്ന യെല്ലോ. ഇത് നമ്മൾ ഫുള്ളായിട്ട് ടർബോയും കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരു പക്ക ഒരു സ്ലീപ്പർ ബിൽഡായിട്ട് നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഫുള്ളായിട്ട് ലൈറ്റിൽ ചെയ്തെടുത്തേക്കുന്നതാണ്. അതായത് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റോഡ് തൊട്ട് ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ പുറകെ ഇടുന്നതായിരിക്കും. പിന്നെ അടുത്ത നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പെഡല് ഇതാണ് കേട്ടോ. ഇതിൻ്റെ പെഡൽ വരുന്നത് ഇതൊക്കെ വർഷങ്ങളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് ഈ കമ്പനി വരുന്ന ഒരു സ്റ്റൈൽ മാറ്റാതെ തന്നെ നമ്മൾ ഇത് അപ്ഗ്രേഡ് ചെയ്യുകയാണ് കേട്ടോ. കാണുമ്പം ഇത് കമ്പനി വരുന്ന പോലെ തന്നെ ആയിരിക്കും. ഇത് ഇതിൻ്റെ ആമും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് അതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം നമ്മൾ ഇതിൻ്റെ ഡ്രം ബ്രേക്ക് മാറ്റിയിട്ട് ഇത് ഡിസ്ക് ബ്രേക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് സാധനം തന്നെയാണ്. അതായത് ഈ വണ്ടിയിൽ ബീറ്റിൽ വരുന്ന സാധനം തന്നെയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ ഹബ്ബും കാര്യങ്ങളെല്ലാം മാറ്റി ഇത് ലെയ്ത്തിൽ നമ്മൾ പിരിവെട്ടിയേക്കുന്നതാണ്. എന്നിട്ട് നമ്മൾ ഡിസ്കും ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് 114 PCD വരുന്ന ഡിസ്ക്കാണ് കേട്ടോ ഇതിൽ ചെയ്തേക്കുന്നത്. അടുത്തായിട്ട് പിന്നെ ഇതിൽ ചെയ്യുന്നത് പവർ ബ്രേക്കാണ് കേട്ടോ. ബൂസ്റ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് പെർഫോമൻസ് ബേസിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് മാറ്റം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വണ്ടി പിടിച്ചു നിർത്താനായിട്ട് നമുക്ക് നല്ലൊരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്കും കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് നമ്മളൊരു സ്റ്റേജ് 3 ക്ലച്ച് ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നല്ല കട്ടിയാണ്. അപ്പോൾ കസ്റ്റമർക്ക് ഡെയിലി യൂസും അങ്ങനെയൊക്കെ ആയിരിക്കും വണ്ടി. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്തായാലും ഒരു ഹൈഡ്രോളിക് ക്ലച്ച് പമ്പും കൂടി ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. കേബിൾ സെറ്റപ്പാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ബോണറ്റിനകത്തൊക്കെ കുറച്ച് ചേഞ്ച്, ബോണറ്റിനകത്തല്ല കേട്ടോ, സോറി, ഇതിനകത്താണ് വരുന്നത്. അതായത് ഇതിൻ്റെ ടാങ്ക് നമ്മൾ ഫ്യൂൽ പമ്പ് എല്ലാം കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒരു MBFA-ലേക്കാണ് നമ്മൾ ഈ വണ്ടി കൺവേർട്ട് ആക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ടും ചെയ്യാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ്ലൈറ്റിലാണ്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നമ്മുടെ ഹെർബി സിനിമയിലെ പോലെ നമ്മൾ മൊത്തം മാറ്റുന്നുണ്ട്. ഓരോ ഹെഡ്ലൈറ്റായിട്ടും നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും കേട്ടോ, അനക്കാൻ പറ്റും. കറക്റ്റ് നമ്മളൊരു കണ്ണടയുന്ന പോലെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഈ ബമ്പറും അനങ്ങും കേട്ടോ. അതുകൂടാതെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വൈഡ് റിമ്മാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത്. വൈഡ് റിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കറക്റ്റ് നമ്മുടെ ബോഡി ലൈൻ തന്നെ നിൽക്കും. അതായത് നമുക്ക് കറക്റ്റ് ആ ഫോക്സ് വാഗൻ്റെ ആ ഒരു ലോഗോയും കാര്യങ്ങളും, അതായത് പണ്ടത്തെ ആ സെയിം വിൻറ്റേജ് ലുക്ക് കളയാതെ തന്നെ നമ്മൾ ആ ഹെർബിയിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനകത്ത് വരാൻ പോകുന്ന അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിങ്ങിൻ്റെ സംഭവം നമ്മൾ ഓൾറെഡി ലെയ്ത്തിൽ കസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തൊരു നമ്മൾ കൊടുക്കുന്ന ഒരു ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഫുള്ള് സാധനങ്ങൾ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്, റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്തൊരു റോൾ ഗേജ് വരും, ഒരു ബക്കറ്റ് സീറ്റ്, പിന്നെ പെഡൽസ്, ബ്രേക്ക് പെഡൽസ്. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹാൻഡ് ബ്രേക്ക് മാറ്റിയിട്ട് ഹൈഡ്രോളിക് ഡ്രിഫ്റ്റ് ബ്രേക്ക്, അതായത് ഹൈഡ്രോളിക് ഹാൻഡ് ബ്രേക്ക് നമ്മളിതിൽ ഫിറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പണ്ടത്തെ വർക്കാണ് കേട്ടോ. ഇത് ശരിക്കും സാധാരണ നട്ട് ബോൾട്ടൊക്കെ വരേണ്ട സാധനമാണ് കേട്ടോ. ഇത് എനിക്ക് വന്നാൽ ആരിലും ഇത് വെൽഡ് ചെയ്തായിട്ടാണ് കേട്ടോ. ഇത് ഫുള്ള്
വണ്ടിയിൽ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചേക്കുകയാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കുറേ സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെന്തായാലും നമുക്കിത് കട്ട് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ അത് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗിയർ ലിവർ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റും. ഉണ്ടല്ലോ കുഞ്ഞ് ഗിയർ ലിവർ. നമ്മൾ ഗിയർ ലിവറും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല കേട്ടോ. ഈ ഒരു അതായത് വണ്ടിയുടെ ഒരു പഴമ നമുക്ക് എപ്പോഴും അതിനകത്ത് ഫീൽ ചെയ്യണം. അപ്പോൾ അത് കാരണം വണ്ടിയുടെ ആ സ്റ്റോക്ക് സെറ്റപ്പ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗിയർ ലിവറും കാര്യങ്ങളൊന്നും മാറ്റുന്നില്ല. ഇത് മാറ്റിയെന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു ഫിനിഷ് തന്നെ നമ്മൾ ചിലപ്പോൾ കൊടുക്കും കേട്ടോ. പിന്നെ അത് ഇതിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എ സിയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. പിന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് നോക്കി ഇതിനാകെ കോമ്പിനേഷൻ സ്വിച്ച് വരുന്നത് ഇത് ഇൻഡിക്കേറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ ഒരു സാധനം നമ്മൾ ഒരിക്കലും കളയതില്ല. കാരണം ആ ഒരു വിൻറ്റേജിൻ്റെ ഒരു സാധനം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യണം. പിന്നെ ഇത് പാർക്ക് ലൈറ്റ് ഇതുണ്ടല്ലോ, ഇതൊക്കെ ഈ ഒരു സെറ്റപ്പാണ് കേട്ടോ. ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് പാർക്ക്, ഇത് ലൈറ്റ്, ഇത് ഇവിടെ വൈപ്പേഴ്സിൻ്റെ സ്വിച്ച് ഉണ്ട്. അതായത് ഇത് ഫുള്ള് ഒരു വിൻറ്റേജ് സാധനം തന്നെ. നമുക്ക് ഈ ഒരു സ്റ്റീരിയോ ഒക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തായാലും ഒരു പഴയ വിൻറ്റേജ് സ്റ്റീരിയോ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തായിരിക്കും. ഇതിൻ്റെ ബോണറ്റ് ഇതേ ഓപ്പണർ ഇത് ഇവിടെ ആയിട്ട് വരുന്നത് ഇതാണ്. ഇതാണ് ഇതിൻ്റെ ബോണറ്റ് ഓപ്പണർ. പിന്നെ ഇതിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊരു ബക്കറ്റ് സീറ്റ് ആക്കുവാണ്. അപ്പോൾ ഇപ്പം നിലവിൽ സ്റ്റോക്ക് സീറ്റ് ഊരുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നട്ടും ബോൾട്ടും കാര്യങ്ങളൊന്നുമില്ല. ഈ സീറ്റ് വെറുതെ ഈ ഒരു ലോക്കിലേക്ക് കയറ്റി വെക്കണം കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ നട്ടും ബോൾട്ടും തപ്പും സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധനം ഇതിനകത്ത് കാണത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സീറ്റ് അടിക്കുന്ന വെറുതെ മുമ്പോട്ട് ഊരിയെടുത്താൽ മാത്രം മതി. അത് വേണം നിങ്ങളെ ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. വേറൊരാളവിടെ സീറ്റ് ചുവന്നിട്ട് വരുന്നുണ്ട് കേട്ടോ. അതൊന്നും അരിച്ച സീറ്റാണ്. കാരണം ഈ സീറ്റ് വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ സീറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറേ തപ്പിയായിരുന്നു കേട്ടോ. ഇതെങ്ങനെ അടിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇത് കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു അവസരത്തിൽ ഇത് ആർക്കെങ്കിലും ഉപകാരപ്പെടും. കാരണം ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇത് നട്ടും ബോൾട്ടും ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് തപ്പി കിടക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അതായത് ഈ റെയിലിനകത്തൂടെ ജസ്റ്റ് സീറ്റ് അങ്ങോട്ട് പോകും. നമ്മുടെ സീറ്റ് മുമ്പോട്ടും പുറകോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന ലീവറെ തന്നെയാണ് കേട്ടോ ഇത് ലോക്കാവുന്നത്. ജസ്റ്റ് പോക്കുക, ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ബാക്കിൽ നിന്ന് തള്ളുക കേട്ടോ. ഇത്രയും സെറ്റപ്പ് ഉള്ളൂ കേട്ടോ ഇത് ഊരിയെടുക്കാൻ ഭയങ്കര സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മാറും. എന്തായാലും മൊത്തം ഡാമേജാണ് വയർ. ഇത്രയും പഴയൊക്കെ ഉള്ള വണ്ടിയല്ലേ, അപ്പോൾ എന്തായാലും ഡാമേജും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇതൊക്കെ ഫുള്ള് കസ്റ്റം ചെയ്തേക്കുന്ന വയറിങ്ങാണ്. അത് ഈ റിയർ മിററൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ എന്തായാലും മാറ്റുന്നില്ല. ഇതിൻ്റെ ഗ്ലാസ് വൈൻഡറും കാര്യങ്ങളും ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്യുന്നില്ല. അതൊക്കെ സ്റ്റോക്ക് തന്നെ. ആകെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പെർഫോമൻസും സസ്പെൻഷൻ, ബ്രേക്ക്, പിന്നെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക്, പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് ജോബ് ആയിരിക്കും ഏറ്റവും അടിപൊളി. ഇത് നമ്മൾ ഫുള്ള് പെയിൻറ്റ് അടിച്ചിട്ട് സ്ട്രിപ്പ് ചെയ്തായിരിക്കും കേട്ടോ ഇത് പെയിൻറ്റ് അടിക്കുന്നത്. ഇത് പെയിൻറ്റ് അടിച്ചിട്ട് നമ്മൾ 53 ആ സ്റ്റിക്കറും അടിക്കും. പിന്നെ ഈ കാണുന്ന ബീഡിങ്സും കാര്യങ്ങളെല്ലാം പഴയതാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതെല്ലാം ഫുള്ള് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ബീഡിങ് ഉണ്ട്, അതായത് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ബീഡിങ് കാര്യങ്ങൾ, അതായത് ഈ ഗ്ലാസിൻ്റെ ബീഡിങ്ങും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ US നിന്ന് സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബീഡിങ്സ് എല്ലാം നമ്മൾ പുതിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണിക്കാം. ഈ സൈഡിലാണ് കേട്ടോ ഇതിൻ്റെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ AC. ആ AC ഇത് ഇത്രയും വലിയൊരു സാധനമാണ് കേട്ടോ അതിൻ്റെ അകത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ മാറ്റിയിട്ട് ഒരു സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. പിന്നെ ഇതിൻ്റെ ആക്സിൽസും കാര്യങ്ങളും ഇതെല്ലാം നമ്മൾ ഫുള്ള് ലെയ്ത്തിൽ കസ്റ്റം ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം നമ്മൾ ലെയ്ത്തിൽ ചെയ്താക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നതിന് ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോക്ക് കേട്ടല്ലോ. ഇത്രയും വ്യത്യാസമുണ്ട്. കാരണം ഇതൊരു ഫ്ലെക്സിബിളാണ്, പക്ഷേ ഇത് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിട്ട് ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ബൈക്കിലും കോയിൽ സ്പ്രിങ്ങും അതേപോലെ 4 വീലും ഡിസ്കുമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മൾ മിററും കാര്യങ്ങളൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല കേട്ടോ. കാരണം അത് ആ സ്റ്റോക്കിൻ്റെ പുറമേ നോക്കുമ്പോൾ പക്ക ആ ഒരു ഹെർബി എങ്ങനെയാണോ അതേ മോഡൽ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടാൻ ഭയങ്കര ഡിലേയും കാര്യം കേട്ടോ. അതാണ് ഈ വണ്ടി ഇത്ര ലേറ്റ് ആകുന്നതിൻ്റെ കാര്യം. പിന്നെ അത് ഇനി എന്തായാലും വർക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇത് നമ്മുടെ ബീറ്റിൻ്റെ പെഡലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്നത്തെ പരിപാടി അതായിരിക്കും. അതായത് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, ഈ 3 പെഡലും നമ്മൾ ഒരു സ്കാപ്പിൽ കിട്ടിയ പീസ് കേട്ടോ. ഇത് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം ഇത് എങ്ങനെ ഇരിക്കുന്നത്. അത് നമ്മളൊരു F1 കാറിൻ്റെയൊക്കെ ആ ഒരു സെയിം സെറ്റപ്പിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ നമ്മുടെ പെഡൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കട്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടുന്ന ലുക്കാണ് ഈ കാണുന്നത്. ബീറ്റിലിന്റെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് പാർട്ട് 2 ആയിട്ട് ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസ് കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കേട്ടോ.